ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മാനിഫെസ്റ്റേഷൻ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ എനിക്കത് നടക്കാൻ പോവാണ്. എൻ്റെ ഒരു വർഷമായിട്ട് ഞാൻ ഡാൻസ് സ്റ്റേജിലൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഉള്ള ഒരു ആഗ്രഹമാണ് മൂകാംബികയിൽ ഡാൻസ് കളിക്കണം എന്നുള്ളത്. ആ മൂകാംബികയിൽ ഒരു ഡിവൈൻ സ്ഥലമല്ലേ, അങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിൽ ഡാൻസ് കളിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം നടക്കുകയാണ്. അത് ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. ഞങ്ങളുടെ ICHC ഡാൻസ് സ്കൂളിൻ്റെ വകയായിട്ട് മീന ടീച്ചറും ഒക്കെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഡാൻസ് ഗ്രൂപ്പ് ഫുള്ളായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ട്രെയിനൊക്കെ പിടിച്ച് മൂകാംബികയിലെത്തി. ഇത് പോകുന്ന വഴിക്ക് ഞങ്ങൾ മാംഗ്ലൂറാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെ ഒറ്റയ്ക്ക് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. അതും ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഈ വീഡിയോയിൽ ഞാനും അമ്മയായിട്ടുള്ളൊരു ജേണി കാണാം. എൻ്റെ മൂകാംബിക ഈ നവരാത്രി സമയത്ത് ഒരു മൂകാംബിക ജേണി നിങ്ങൾക്ക് കാണാം. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ. അപ്പം ഇത് മാംഗ്ലൂർ മൂകാംബികയുടെ ഇടയ്ക്കൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതറിയാലോ അല്ലേ, ആ മൂകാംബികയിലോട്ട് കയറുമ്പോൾ ഉള്ള കവാടമാണ്. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ, ആ ശ്രീ മൂകാംബിക ടെമ്പിൾ കൊല്ലൂർ എന്ന് എഴുതി. എനിക്കത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. മൂകാംബികയിൽ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഉടനെ ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലമല്ല. ദേവി വിളിക്കുമ്പോഴാണ് നമുക്ക് എത്താൻ പറ്റുക എന്നാണ് പറയുന്നത്. ഈ ജ്യോതിസ് റെസിഡൻസിയിലാണ് താമസിച്ചത്. അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെയാണ് ഞങ്ങൾ നേരത്തെ പോയപ്പോഴും താമസിച്ചത്. മുരളീട്ടനായിട്ടൊക്കെ പോയപ്പം ചെന്ന് വൈകുന്നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ചിലങ്കയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഡാൻസ് കളിക്കുമല്ലേ, അപ്പോൾ ചിലങ്ക പൂജിക്കാനും അമ്പലത്തിൽ കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നടന്നൊരു ആഗ്രഹമാണ്. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ കാര്യം കൂടെയാണ് നടക്കുന്നത്. ഇത് നവരാത്രിയുടെ ആദ്യത്തെ ദിവസമാണ് ഞാൻ ഡാൻസ് ചെയ്യാൻ പോകുന്നത്. അത് ഒരു എക്സ്ട്രാ ആഡ് ഓൺ സംഭവം. അപ്പം ഞാൻ പറഞ്ഞുതരാം, ഞാൻ ലൈഫ് കോച്ച് ആയപ്പോഴത്തേക്കും എൻ്റെ എല്ലാ നമ്മുടെ എനർജി അത്രയും ഡിവൈനും പ്യുവറും ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നതൊക്കെ നടക്കും എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പം സംഭവിക്കുന്നത്. നമ്മൾ നല്ല പോസിറ്റീവായിട്ടും പ്യുവർ എനർജിയിലും നമ്മുടെ സോള് നല്ല പ്യുവറായിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ എനർജി നല്ല ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒരുവിധം നടത്താനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ നടന്നൊരു കാര്യമാണ്. അതും നവരാത്രി ഫസ്റ്റ് ഡേ കളിക്കാൻ അവിടെ ഭയങ്കര പാടാണ്. ടീച്ചർ തന്നെ പറഞ്ഞു അവിടെ കിട്ടാനായിട്ട് നല്ലോണം പാടുപെട്ടു. അങ്ങനെയാണ് ടീച്ചറിന് ICHCക്ക് ഡാൻസ് സ്കൂളിന് അവിടെ അങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പം ടീച്ചർ എന്നെ വിളിച്ചപ്പം ഞാൻ അത്രയും ഗ്രേറ്റ്ഫുൾ ആയിരുന്നു ടീച്ചറിനോടും, മീന ടീച്ചറിനോടും പിന്നെ എന്നെ പഠിപ്പിക്കുന്ന ഗായത്രിയോടും. ഗായത്രിക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ ഡാൻസ് ടീച്ചർ ഗായത്രിയാണ്. ഗായത്രിക്ക് പ്രോഗ്രാമിന് വരാൻ പറ്റിയില്ല. അപ്പം ഇത് ഞങ്ങൾ അവിടുത്തെ സരസ്വതി മണ്ഡപത്തിൽ, ഇത് നവരാത്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് തലേന്നാണ് കേട്ടോ. അപ്പം സരസ്വതി മണ്ഡപത്തിൽ ഞങ്ങളെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ഇതൊക്കെ കുട്ടികളാണ് കേട്ടോ, വലിയ കുട്ടികളാണ്, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം സരസ്വതി മണ്ഡപത്തിൽ ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു. മൂകാംബിക ക്ഷേത്രത്തിലാണ് നന്ദുവിനെ എഴുത്തിനിരുത്തിയത്. ഞാൻ മൊത്തം 3 പ്രാവശ്യമേ ഇവിടെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അന്നദാനം ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു. ഇവിടെ ഒരു വലിയ ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ടിക്കറ്റ് എടുത്താൽ ഇവിടെ അന്നദാനം കഴിക്കാം. എല്ലാവർക്കും ഇന്ന് ദേവിയുടെ അന്നദാനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോവാണ്, ഭയങ്കര ഹാപ്പി. നോർമൽ
നോർമൽ നമ്മൾ ബാക്കി പൂജകൾക്കൊക്കെ അല്ലാതെ ബാക്കി പൂജകൾക്കൊക്കെ എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൽ തന്നെയാണ് ഈ അന്നദാനത്തിന് ടിക്കറ്റ് എടുക്കുന്നത്. അല്ലാതെ ഫ്രീ ടിക്കറ്റും ഉണ്ട്. ഈ സ്റ്റേജിലാണ് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ വെളിയിലായിട്ട് ഒരു നമ്മൾ ബാക്കിൽ കൂടാണ് സാധാരണ ഞാൻ കയറാറ് എപ്പോഴും. ഇത് ഫ്രണ്ട് സൈഡിലായിട്ട് വരും ഈ സ്റ്റേജ്. അങ്ങനെ അവിടെ തലേദിവസം നവരാത്രിയുടെ തലേന്നുമൊക്കെ അവിടെ എന്നും ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ തലേന്നുമൊക്കെ ഡാൻസ് ഏതൊരു ഗ്രൂപ്പ് നാട്ടിൽ നിന്നൊക്കെ വന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. മിക്കതും ഇതിപ്പം ഞങ്ങൾ ചെന്ന ദിവസം എറണാകുളത്തെ ഒരു ഡാൻസ് ഗ്രൂപ്പിൻ്റെ ആയിരുന്നു. അങ്ങനെ 9 മണിയായി. ഞങ്ങൾ രാത്രിയിൽ അവിടെ ഇങ്ങനെ ഒരു മരുന്ന് പോലൊരു കഷായം തരും, അതൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് പോയി. ഇത് പിറ്റേന്ന് രാവിലെ വീണ്ടും റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് അമ്മ അന്ന് രാവിലെ അമ്പലത്തിൽ പോയി. ഞാൻ പിന്നെ അത്രയും നാളിൽ നിന്ന് എനിക്ക് കാലുവേദനയൊക്കെ ആയിരുന്നു. പിന്നെ ഡാൻസ് ഉള്ളതല്ലേ, മേക്കപ്പിനൊക്കെ നേരത്തെ പോകണമല്ലോ. അങ്ങനെ അതേ മേക്കപ്പ് പകുതിയായി. എങ്ങനെ മേക്കപ്പ് സെഷൻ പകുതിയായിട്ട് നടക്കുന്നു. ഇത് ടീച്ചറിൻ്റെ അമ്മയാണ് കേട്ടോ. ചുമ്മാ മേക്കപ്പുകാരെല്ലാം കൂടെ ടീച്ചറിൻ്റെ അമ്മ ഇങ്ങനെ പല ചുമ്മാ ടീച്ചറിൻ്റെ സാരിയൊക്കെ ഒന്ന് റെഡിയാക്കി മേക്കപ്പൊക്കെ ചെയ്തത്. ഞങ്ങളെ മേക്കപ്പ് ചെയ്യുന്ന പ്രിൻസ് മാഷാണ്. ഒരു 4 പേര് നാട്ടിൽ നിന്ന് തന്നെ വന്നതാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം ഞങ്ങളുടെ എല്ലാ ഡാൻസിനും ഇവർ തന്നെയാണ് സ്ഥിരമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന. 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവർ തന്നെയാണ്. എല്ലാ ICCയുടെ എല്ലാ പ്രോഗ്രാമിനും ഇവർ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. പ്രിൻസ് ആൻഡ് ടീമാണ്. അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിൽ നിന്ന് അത്രയും ഒരു സന്തോഷമാണ്. ടീച്ചറിൻ്റെ മോളും കൂടെ മഹിഷാസുരൻ്റെയും മോഹിനിയുടെയും ഒരു സ്റ്റോറി ചെയ്യുവാണ്. അപ്പം സുയന്തി എന്ന് പറഞ്ഞ നേരത്തെ ഡാൻസ് ചെയ്തതിൽ ഒരു പ്രായമായ ടീച്ചർ, സുയന്തി ടീച്ചറിൻ്റെ ഒരു കോമ്പോസിഷനാണ് ഇവർ ചെയ്യുന്നത്. ഈ ഡ്രസ്സ് എനിക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് എടുത്തൊരു സാരി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ആ സാരി വെച്ച് എനിക്ക് ഓണായിട്ട് ഭരതനാട്യം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് എൻ്റെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞു. അത്രയും സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. നവരാത്രിയുടെ ഫസ്റ്റ് ഡേ മൂകാംബികയിൽ ഒരു സോളോ പെർഫോം ചെയ്യാൻ പറ്റിയത്. ഞാൻ ശ്രീചക്ര രാജ എന്ന് പറഞ്ഞിട്ട് പാർവതി ദേവിയുടെ ഒരു സോങ്ങാണ്. നമ്മുടെ പാർവതി ദേവിയെ വിവരിച്ചുകൊണ്ടുള്ള ഒരു സോങ്ങാണ് അവിടെ പെർഫോം ചെയ്തത്. അതും സോളോ ആയിട്ട് ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യിച്ച്. അത് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അവിടുത്തെ ആ ഒരു അത്രയും ഡിവൈനായിട്ടുള്ള ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയ. മൂകാംബിക ദേവി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി, സരസ്വതി, ദുർഗ, ആ 3 ദേവിമാരുടെയും ആ പാർവതി ദേവിയുടെ 3 ഫോമിലും അത്രയും ഡിവൈൻ ഗ്രേസിലുള്ള ഒരു ഫോമല്ലേ. അപ്പം അവിടെ പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു നമുക്കത് അത്രയും സന്തോഷം എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാവരോടും ഗ്രേറ്റ്ഫുൾ. എന്നെ പഠിപ്പിച്ച ഗായത്രിയോട്, മീന കൊണ്ടുപോകാൻ അവസരം തന്ന മീന ടീച്ചറിനോട്, എന്നെ വിട്ട മുരളിയേട്ടനോട്, പിന്നെ എൻ്റെ എല്ലാമായ നന്ദുവിനോട്. നന്ദുവാണ് എനിക്കിതിനുള്ള എല്ലാ എനർജിയും സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ തരുന്നത്. അപ്പം എപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുള്ളായിരിക്കുന്നത് എൻ്റെ നന്ദുവിനോടാണ്. അതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ നവരാത്രിയുടെ സെക്കൻഡ് ഡേ ആണിത് കേട്ടോ. അന്ന് നല്ല അസ്സല് തിരക്കായിരുന്നു അമ്പലത്തിൽ തൊഴാനായിട്ട് ചെന്നപ്പോഴേക്കും. ഇത് ട്യൂസ്ഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പം ചൊവ്വാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അന്ന് കണ്ടില്ലേ, കുഞ്ഞുങ്ങളൊക്കെ എഴുത്തിനിരിക്കാൻ വന്നേക്കുന്നത് രസമല്ലേ. കൊച്ചു പിള്ളേരും കുറച്ച് വലിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എഴുതുമായിരിക്കും, നല്ലതല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ട്യൂസ്ഡേ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ഞങ്ങൾ അന്ന് മൂകാംബിക റോഡിൽ നിന്നായിരുന്നു ട്രെയിൻ. കുടജാദ്രിയിൽ രാവിലെ ഹോട്ടലിൽ നിന്ന് മല നോക്കി നിൽക്കുമ്പോൾ മനസ്സിൽ ഒരു കവിത ഞാൻ അറിയാതെ ഓർന്നു വന്നതാണ്. ഞാനതിന് കൊടുത്ത പേര് ഗുരുകരിമ എന്നാണ്. കുടജാദ്രി ശിഖരത്തിൽ കരിമേഘത്തുണ്ടുകൾ ധ്വനികളായി മാറ്റുന്നു വേദസ്തുതികൾ. ഹൃദയത്തിലിന്നു പ്രതിധ്വനിക്കുമ്പോൾ ഗുരുവിനെ ഓർത്തു പ്രണമിച്ചിടട്ടെ. ഒരു ധന്യ ജീവിതം കാലം മറക്കാത്ത ഗരിമേയൻ നാട്ടിൻ്റെ ഓങ്കാര ശബ്ദം.
അതിമാനുഷന്മാരിൽ അതിമാനുഷനായി ഭഗവത് പുരികളിൽ ജീവിതം സാർത്ഥകം. ഉപനിഷത്തിന്തകൾ ജീവിതയാത്രയിൽ പതികർക്കു പാതേയമാക്കുന്നു ഭാരതം. ഭവതീയ വന്ദനം ശ്രീകരം ശങ്കരം ഹിമസാഗരങ്ങൾക്കു മപ്പൂറം ശ്രീകരം. ഇന്ത്യ ലോകത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിൽ മനഃശാസ്ത്ര പഠനത്തിൽ, സ്പിരിച്വലിസത്തിൻ്റെ പഠനത്തിൽ, ജീവിതത്തിൻ്റെ സാർത്ഥകതയോ നിരർത്ഥകതയോ പറ്റി ഈ ചിന്തകളെല്ലാം പ്രചോദിപ്പിച്ച ഒരു ഗുരു ഈ മലകളിലിരുന്ന് അത് എഴുതിയിട്ടില്ലെങ്കിൽ മാത്രമേ ആശ്ചര്യമുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ജീവിതം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഭവതീയ വന്ദനം ശ്രീകരം ശങ്കരം ഹിമസാഗരങ്ങൾക്കു അപ്പുറം ശ്രീകരം. ലോകത്തിലെങ്ങും ശങ്കരൻ്റെ പേര് അതുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് ഈ കൊടുങ്കാത്രിയുടെ പ്രാധാന്യം. മൂകാംബികയും ഞാൻ മൂകാംബികയെ ആദരിക്കുന്നത് ഒരു ദൈവഭക്തൻ എന്ന നിലയിലല്ല, ജ്ഞാനദേവതയാണ്, ഐശ്വര്യദേവതയാണ്. ഞാൻ നിരീശ്വരവാദിയല്ല, അതേസമയത്ത് ഭയങ്കരം ഭക്തനല്ല. ഞാൻ ബുദ്ധൻ പറഞ്ഞതുപോലൊരു ബയാമീഡിയാണ് എൻ്റെ. നിങ്ങൾ വീണേൻ്റെ തന്ത്രിനെ അധികം മുറിക്കാലത് പൊട്ടിപ്പോകും, കിഴച്ചാൽ ശബ്ദവും ഉണ്ടാവില്ല. സ്വാമി വിവേകാനന്ദൻ പറയുന്ന മാക്സ് മുള്ളറെ പറ്റിയിട്ട് ഒരു ഋഷി ജർമ്മനിയിൽ ജനിച്ചതാണ്, ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ഭാരതത്തിൽ പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വരുമ്പോഴേ ശങ്കരൻ്റെ പ്രചോദനം, മൂകാംബികയുടെ പ്രചോദനം, ഏത് കലാകാരന്മാരും കവികളെല്ലാം ഇവിടെ വരുന്നത് വാസ്തവത്തിൽ ആ ആത്മാ സാന്ത്വനത്തിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, വളരെ കറക്റ്റാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടീച്ചറിൻ്റെ ഫാദറാണ്, ഫോർമർ വൈസ് ചാൻസലറാണ്. അപ്പം അങ്കിള് തലേ ദിവസം എഴുതിയ കവിതയാണ്. ഞങ്ങൾ പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പം എന്നെ പാടി കേൾപ്പിച്ചതാണ് ആ കവിതയൊക്കെ. അപ്പം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം, വീഡിയോയും കവിതയും ഒക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.